വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴ നൂർനാട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടത്തിലെ ചോർച്ച ഒന്ന് ആലോചിക്കണം. 6 മാസം മുൻപാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. പുതിയ കെട്ടിടമാണ്, അവിടെയാണ് ഈ ചോർച്ച. പുരുഷന്മാരുടെ വാർഡിൽ ഉൾപ്പെടെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. അതേസമയം സിമന്റ് തേച്ച് നാട്ടുകാരുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ. മുടക്കി നിർമ്മിച്ച സർക്കാർ ആശുപത്രി കെട്ടിടം ജനുവരി 3-ന് മന്ത്രി വീണ ജോർജാണ് ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തത്. പിന്നാലെ തന്നെ കെട്ടിടത്തിൽ പലയിടത്തും വിള്ളലുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. തകർത്തുപെയ്ത മഴയോടെയാണ് പുറംമോടിയിൽ പൊതിഞ്ഞ കെട്ടിടത്തിന്റെ ദുരവസ്ഥ പുറത്തുവന്നത്. വാർഡും വരാന്തയുമെല്ലാം ചോർന്നൊലിച്ചു. പരന്ന വെള്ളത്തിൽ തെന്നി വീഴാതിരിക്കാൻ പേസ് ബോർഡ് വിരിച്ച് ആശ്വാസം കണ്ടെത്തേണ്ട ഗതികേടിലായി ജീവനക്കാരും രോഗികളും. നമ്മുടെ പ്രദേശവാസികൾ ഈ ആശുപത്രിയിൽ വന്നപ്പോൾ തന്നെ ഈ ബിൽഡിംഗിൽ വിണ്ട് കയറിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ ഹോസ്പിറ്റൽ കെട്ടിടം പൂർണ്ണമായിട്ടും ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വിജിലൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാതി നൽകിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര അഴിമതിയും ക്രമക്കേടും നടന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കോടികൾ മുടക്കി കെട്ടിടം പണിതിട്ടും മഴ നനഞ്ഞിരിക്കേണ്ട ഗതികേടിലാണ് ചികിത്സയ്ക്കെത്തുന്നവർ. പ്രശ്നത്തിന് ഇനിയും ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ.